ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഗൂഗിൾ ഫ്ലട്ടർ വർക്ക്ഷോപ്പിൻ്റെ IDC നടത്തുന്ന ഗൂഗിൾ ഫ്ലട്ടർ വർക്ക്ഷോപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. സോ എല്ലാവരും ഏകദേശം എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാനാവില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മാം, മേഘ്ന മാം റെഡി അല്ലേ? Yeah, hello. Thank you so much. So, am I audible? Audible ആണോ? അതെ മാം, ഓഡിബിൾ ആണ്. Okay, thank you. Okay. So, ഇന്നലെ ഞാൻ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡാറ്റ ടൈപ്സ് ഞാൻ അയച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓർഗനൈസേഴ്സിന്റെ അടുത്ത് ഞാനത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് കിട്ടിയോ? ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാമോ? കിട്ടി. ഓക്കെ, ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ട്രൈ ചെയ്തോ? അത് വെച്ച് ട്രൈ ചെയ്തോ? ട്രൈ ചെയ്തു എന്നാണോ? ഓക്കെ, ട്രൈ ചെയ്തു. എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടോ ആ കാര്യത്തിൽ? എല്ലാരും ട്രൈ ചെയ്തു? അതോ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി നോ അഞ്ജന ട്രൈ ചെയ്തിട്ടില്ല എന്നാണോ അതോ മനസ്സിലായിട്ടില്ല എന്നാണോ? ഡൗട്ട് ഉണ്ടെന്നാണോ? ഉണ്ടായിരുന്നു, എല്ലാം നോക്കിയായിരുന്നു. ഫൈൻ, എറർ ഇല്ല. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, സോ എല്ലാരും ട്രൈ ചെയ്തു. സോ ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കും, അതുപോലെ തന്നെ ലൂപ്പിംഗ്സും എന്താണെന്ന് പഠിക്കും. ഓക്കെ, അതിനുശേഷം ഫ്ലട്ടറിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൂടി തരും. ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഓർഗനൈസേഴ്സിന്റെ അടുത്ത് ഇന്ന് ഈവനിങ്ങിൽ ഷെയർ ചെയ്യും. അവർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യും. സോ കാരണം കുറച്ചും കൂടി കുറച്ച് കൂടുതൽ ഡാറ്റ കൺസ്യൂമിങ് ആണ്, അതുകൊണ്ട് തന്നെ ടൈമും കൺസ്യൂമിങ് ആണ്. സോ ആ ഒരു 2 hour സെഷനിൽ എല്ലാവർക്കും അത് ചെയ്ത് തീരണം എന്നില്ല. അത് മാത്രമല്ല നമുക്ക് 3 days ഇൻസ്റ്റാളേഷൻ ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് ഞാൻ യൂട്യൂബിന് ഒരു ബെസ്റ്റ് വീഡിയോ എടുത്ത് അവർക്ക് ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള വീഡിയോ, അത് നോക്കി നിങ്ങൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നാളെ വരാൻ വേണ്ടി. നാളെ ആയിരിക്കും നമ്മൾ ഫ്ലട്ടർ യൂസ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നലെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം ഇന്നലെ പറഞ്ഞ ആർക്കെങ്കിലും ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാൻ പറ്റുമോ? ജസ്റ്റ് സ്ട്രെച്ച് ഒന്ന് വിട്ട് പോയിട്ടില്ല എന്നൊന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആരാ അൺമ്യൂട്ട് ചെയ്തേന്ന് എനിക്ക് കാണുന്നില്ല. ആളൊന്ന് പറയോ? എനിക്ക് തോന്നുന്നു ആമിന ആണെന്ന്. ബൈ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ മെയിൻ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. ആദ്യമേ ഗൂഗിൾ ഫ്ലട്ടർ എന്തായിരുന്നു, അതുപോലെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, വാട്ട് ഈസ് ദ മിനിമം റിക്വയർഡ് ഫോർ ഇൻസ്റ്റാളേഷൻ, മിനിമം സ്പെസിഫിക്കേഷൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലട്ടറിന് മാത്രമായിരിക്കില്ല, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോർമലി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. സോ അത് ഇൻസ്റ്റാളേഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ട് ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡാർട്ട് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഡാർട്ട് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും അതിന്റെ കൂടെ തന്നെ ഒരു പാക്കേജ് ആയിട്ട്. സോ മിനിമം സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഒരു 2+ GB വേണം. 2 to 3 GB എന്തായാലും വേണ്ടി വരും നിങ്ങൾക്ക്. പിന്നെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഓക്കെ, ഡാർട്ട് ഞാൻ വേറെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതെന്താ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്ത് ഞാൻ ഇപ്പം കമ്പൈൽ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ഫസ്റ്റ്ലി ആ ഒരു അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഫ്ലട്ടർ നിങ്ങൾ രണ്ടാമത് സെപ്പറേറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വേർഷൻ ഡിഫറൻസ് വന്നേക്കാം. ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ കറസ്പോണ്ടിങ് വേർഷൻ ആയ ഡാർട്ടും കൂടി നിങ്ങൾക്ക് അതിന്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. സോ സെപ്പറേറ്റ്ലി
ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു വേർഷൻ ആ ഒരു എറേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ നിൽക്കായിരുന്നേ. സോ അതിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഗനൈസേഴ്സിന് ഇന്ന് ഈവനിങ് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും ഒന്ന് പറയാമോ, ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാമോ ഇന്നലെ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ? ഫസ്റ്റ്ലി നമ്മൾ ഡാറ്റ ടൈപ്സ് പഠിച്ചു അല്ലേ? ഏറ്റവും മെയിൻ ടോപ്പിക്കായ ഡാറ്റ ടൈപ്സ് പഠിച്ചു. എന്തൊക്കെ എത്ര ടൈപ്സ് ഡാറ്റ ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? മിസ് പറഞ്ഞു. ഡാറ്റ ടൈപ്സ് ഉണ്ട് സ്ട്രിങ്, ഇന്റിജർ, ഡബിള്, then num, boolean, variable and list, map. ഒന്നും കൂടി ഉണ്ടല്ലോ, വാർണ പോലെ തന്നെ ഒന്നുമില്ലേ? Dynamic. Yeah, perfect. Dynamic. Okay, perfect. Perfect. സോ ഇതില് ഈ ഒരു ഡാറ്റ ടൈപ്സിൽ നമ്മൾ കുറച്ച് കീവേഡ്സ് യൂസ് ചെയ്യും. അതായത് നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കീവേഡ് ഇല്ലേ, എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വേറെ ആർക്കെങ്കിലും? ലൈക് സ്ട്രിങ്ങിന് എന്താണ്? ഓരോന്നിനും ഓരോന്നല്ലേ, സോ അതെന്താണെന്ന് ആരും ഇല്ലടോ. കേൾക്കുന്നുണ്ടോ? അത് ഓൺലൈൻ ക്ലാസ് പോലെ ഓൺ ആക്കി വെച്ച് പോയതാണോ? ഓക്കെ, പറഞ്ഞോളൂ. അപ്പോ സ്ട്രിങ്ങിനാണെങ്കിൽ സ്ട്രിങ് ഈക്വൽ ടു പിന്നെ കൊട്ടേഷനകത്ത് നമ്മൾ ഇത് അടിച്ചു കൊടുക്കണം. പിന്നെ ഇന്റിജറിനാണെങ്കിൽ ഇന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡബിളിനാണെങ്കിൽ ഡബിൾ എന്ന് തന്നെ സ്മോൾ ലെറ്റർ വേർഡ്സ്. നമ്പർ ആണെങ്കിൽ NUM സ്മോൾ ലെറ്റർ. ബൂളിനാണെങ്കിൽ ബൂൾ. വേരിയബിൾ ആണെങ്കിൽ വാർ. ഡൈനാമിക് ആണെങ്കിൽ ഡൈനാമിക് എന്ന് തന്നെയാണ്. പിന്നെ ലിസ്റ്റ് ക്യാപിറ്റൽ LIST ലിസ്റ്റിന്. പിന്നെ മാപ്പിനകത്താണെങ്കിൽ ലിസ്റ്റിനകത്താണെങ്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ അതിൻ്റെ അകത്താണ് നമ്മൾ ഏത് ഇതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നത്, ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ മാപ്പിനകത്ത് ആംഗുലാറിന്റെ ഇതിനകത്ത് സ്ട്രിങ് കോമ ഡൈനാമിക് ദാറ്റ് കീവേഡ് കോമ വാല്യൂ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. സോ സ്ട്രിങ്ങിന്റെ ഒരു ഓഡിബിൾ അല്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു. ജസ്റ്റ് ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്ന് കണ്ടു, സോ അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, പിന്നെ വേരിയബിൾ നെയിമും കൂടി വേണം, പറയാൻ വിട്ടുപോയതായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പം നോക്കാൻ പോകുന്ന ലൂപ്പിംഗ്സ് ആണ്. ഓക്കെ, സോ ലൂപ്പിംഗ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഡിസിഷൻ പാരാമീറ്റേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈഫ് ലൂപ്പിംഗ്സ് ആണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, അതൊന്ന് വെരിഫൈ ചെയ്യണേ. കിട്ടിയോ? സ്ക്രീൻ കാണാമോ? ഓക്കെ, താങ്ക് യു. സോ നിങ്ങൾ ഇന്നലെ എടുത്ത പോലെ തന്നെ datapad.lang.org എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ കമ്പൈലറിൽ കയറുക. ഓക്കെ, കയറിയെന്ന് വിശ്വസിക്കുന്നു. കയറി ഒന്ന് കൺഫേം ചെയ്യണേ. ഓക്കെ, എല്ലാരും കയറിയോ? Okay, thank you so much for the response. Okay, so നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഒരു void main function ഉണ്ടാവും. Okay, void main function ഉണ്ടാവും and within curly brackets ആയിരിക്കും നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. സോ ഈ curly bracketsനകത്ത് വരുന്നത് നമ്മളിപ്പോ ഈ ലൂപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ സിംപിളി നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ലോജിക് പറഞ്ഞുതരാണ്. ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൂപ്പിംഗ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം ഇതാണ് അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോപികേന്റെ മാർക്ക് 50 മാർക്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപിക പാസ് ആവും, അല്ലെങ്കിൽ ഗോപിക ഫെയിൽ ആവും.
ഓക്കെ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈഫ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ നോർമലി ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചു പോകുന്ന പോലെ നമുക്കിത് അത്രേ ഉള്ളൂ, അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ഈഫ് ആണ്. ഈഫ്, അപ്പോ ഞാൻ ആദ്യം തന്നെ ഗോപിക എന്ന് പറഞ്ഞിട്ട് പോട്ടെ, ഈഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വാല്യൂ സെറ്റ് ചെയ്യാണ്, അതായത് മാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇന്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ പോട്ടെ മാർക്സ് ഒക്കെ അല്ലേ, പോയിന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ഞാൻ ഒരു ഡബിൾ അല്ലെങ്കിൽ പോട്ടെ നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിൽ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, നം മാർക്ക് എന്ന് പറഞ്ഞിട്ട് നം മാർക്ക് ഈക്വൽ ടു ഞാനൊരു 68 കൊടുക്കുകയാണ്. ഓക്കെ, ശേഷം ഞാൻ ചെക്ക് ചെയ്യാണ്, അതായത് ഈ മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു വേരിയബിള് ഇതിന് എത്ര, ഇതിന്റെ വാല്യൂ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഇപ്പം മാർക്ക് എന്ന് പറയുന്നത് ഈഫ് മാർക്ക്, അതായത് ഈഫ് ആ ഒരു വേരിയബിൾ മാർക്ക് നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ മാത്സിൽ ഏത് സിമ്പിൾസ് യൂസ് ചെയ്ത്, ലോജിക്കൽ ഇങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടി മാത്സിൽ നോർമലി യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതാ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ജസ്റ്റ് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ? ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്പിൾ ഇല്ലേ, ഏതാണ് ആ സിമ്പിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? ലെസ് ദാൻ ആൻഡ് ഡയറക്ട്ലി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഗ്രേറ്റർ ദാൻ വേണ്ടി. ഓക്കെ, ഇനി ഒന്നും കൂടി ഉണ്ട്, ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ മാർക്ക് ഈ 15നെക്കാട്ടിലും ലെസ് ദാൻ ആണെങ്കിൽ, 15നെക്കാട്ടിലും ലെസ് ദാൻ ആണെങ്കിൽ ഞാൻ പറയാണ്, ഇനി സിന്റാക്സ് നോക്കണേ. ഈഫ് പിന്നെ കണ്ടീഷൻ, ഇതിന്റെ കണ്ടീഷൻ, അതായത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുക ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷൻ വിത്തിൻ സർക്കുലർ ബ്രാക്കറ്റ്സ് ആണ്. ഇനി ഇതിനുള്ളിലെ ബോഡി ഇതാണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് വിത്തിൻ കേർലി ബ്രാക്കറ്റ്സ് ആണ് എഴുതുന്നത്. ഇഫ് മാർക്ക് ലെസ് ദാൻ 50, 15നെക്കാട്ടിലും ലെസ് ദാൻ ആണ് മാർക്സ് എങ്കിൽ കുട്ടി ഫെയിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ഫെയിൽ ചെയ്തു എന്ന്, സ്റ്റുഡന്റ് ഫെയിൽഡ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്റ്റുഡന്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാണ്. സ്റ്റുഡന്റ് ഫെയിൽഡ് എന്ന്. ഇനി ഈ 15നെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അല്ലെങ്കിൽ 50 ആണെങ്കിൽ ജസ്റ്റ് പാസ് എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ വേറൊരു എന്താ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം അല്ലെ. 15നെക്കാട്ടിലും ലെസ് ദാൻ ആണെങ്കിൽ ഫെയിൽ ചെയ്തു എന്ന്, 50 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് ജസ്റ്റ് പാസ് പ്രിന്റ് ചെയ്യണം. സോ എൽസ് ഇഫ്, അതായത് ഈ ഒരു കീവേഡ് ഒന്നും മനസ്സിൽ വെക്കണേ കേട്ടോ. എൽസ് ഇഫ്. ഓക്കെ, എൽസ് ഇഫ് ഒരു കണ്ടീഷൻ കൂടി വേണം. എൽസ് ഇഫ് എന്താ, ആ സ്റ്റുഡന്റ് ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു 50 ആണെങ്കിൽ വിത്തിൻ കേർലി ബ്രാക്കറ്റ്സ് തന്നെയാണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവാണ് സ്റ്റുഡന്റ് ജസ്റ്റ് പാസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സ്റ്റുഡന്റ് ജസ്റ്റ് പാസ്ഡ്. ഇനി ഇതൊന്നുമല്ല, ഇതൊന്നല്ല കണ്ടീഷൻ എന്താണ്? ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ ആണെന്നാണ്. അതായത് ലെസ് ദാൻ അല്ല, അതല്ല ഇക്വാലിറ്റി അല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്ത ഇതെന്താ, അതായത് അടുത്തൊരു ഇതെന്താ, ഗ്രേറ്റർ ദാൻ ആണെന്ന് അല്ലേ. ഓക്കെ, ഗ്രേറ്റർ ദാൻ ആണ് എന്നുള്ളത്. അപ്പൊ ഞാൻ എവിടെ കൊടുക്കാണ്, എൽസ്. എൽസ് അവിടെ കണ്ടീഷൻ വേണ്ട, ഇതൊന്നും അല്ലെങ്കിൽ നേരെ എന്താണ്, എൽസ് എന്താണ്, ജസ്റ്റ് പ്രിന്റ് സ്റ്റുഡന്റ് പാസ്ഡ്. ഓക്കെ, ഇവിടെ എക്സ്ട്രാ സ്പേസിങ്സ് ഒക്കെ ഒഴിവാക്കാണ്. ഓക്കെ,
ഇവിടെ ഞാൻ കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞേ. ഇപ്പം കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഡബിൾ ഇക്വാലിറ്റി ആണ് കേട്ടോ. കാരണം സിംഗിൾ ഇക്വാലിറ്റി യൂസ് ചെയ്യുന്നത് നമ്മള് ആ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ. ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പം കണ്ടല്ലോ, മാർക്ക് ഈക്വൽ ടു 68. മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിന് 68 അസൈൻ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയുള്ള കേസിലാണ് സിംഗിൾ ഇക്വാലിറ്റി വരുന്നത്. ചെക്ക് ചെയ്യാൻ ആണോന്ന് ചെക്ക് ചെയ്യാനുള്ള കേസിൽ ഡബിൾ ഇക്വാലിറ്റി ആണ് വരിക. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ 68 എന്നാണ് കൊടുത്തത്. സോ എനിക്ക് കിട്ടേണ്ട ആൻസർ ഈ എൽസിലെ സ്റ്റുഡന്റ് പാസ് എന്നാണ്. കണ്ടല്ലോ, എനിക്ക് സ്റ്റുഡന്റ് പാസ് കിട്ടി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം മാർക്ക് എന്ന് പറയുന്നത് ഇത് ചെക്ക് ചെയ്യും. മാർക്ക് ലെസ് ദാൻ 50 ആണോ? 50 ആണ്, ലെസ് ദാൻ 50 ആണെന്നാണെങ്കിൽ ഇതിനകത്തേക്ക് വേറൊരു കാര്യം പറയാനില്ലേ. ഇന്നലെ ഫീഡ്ബാക്സിലേക്ക് കൂടി പോകുമ്പോൾ എനിക്ക് കുറച്ച് പേര് കണ്ടു മാം കുറച്ച് സ്ലോ ആണെന്ന് കണ്ടു. അതുപോലെ തന്നെ കുറച്ച് ഫീഡ്ബാക്സ് മാം കുറച്ച് സ്പീഡ് ആണെന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോ സ്ലോ ആണെന്ന് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ ചോദിച്ചു ആർക്കൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തൊക്കെ അറിയാമെന്ന്. അപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാത്തവരുണ്ട്, ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ബിറ്റ് സ്ലോ ആയിട്ട് പോകുന്നത്. പിന്നെ അത് ഫാസ്റ്റ് ആണെന്ന് പറയുന്നവര് ചിലപ്പോ എന്താ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാത്ത ആ ഒരു കാറ്റഗറി വരുന്നതായിരിക്കും. ഇവർക്ക് ഒരു ബോറടി വേണ്ട എന്നുള്ള രീതിക്ക് മനസ്സിലാവുന്ന രീതിക്ക് ആ ഒരു മീഡിയം ഫാസ്റ്റിൽ ഞാൻ പോകുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതല്ല ടു ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത് പറയണേ കേട്ടോ. ഇപ്പൊ തന്നെ ക്ലാസ് എടുക്കുമ്പോ തന്നെ പറഞ്ഞോളൂ, നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ എന്താ നോക്കണ്ട, ഫസ്റ്റ് ഇഫ് ലൂപ്പ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. മാർക്ക് ലെസ് ദാൻ 50 ആണോ? 50 ലെസ് ദാൻ 50 ആണെങ്കിൽ ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ബാക്കിനെ കുറിച്ച് ബോധർ ചെയ്യില്ല. ഇനി ഇതല്ലെങ്കിൽ, അതായത് മാർക്ക് ലെസ് ദാൻ 50 അല്ലെങ്കിൽ നേരെ അടുത്ത എൽസ് ഇഫ് ഉണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷനിലേക്ക് പോകും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്ത് വരും, അല്ലെങ്കിൽ നേരെ അടുത്തത്. അങ്ങനെ എത്ര എൽസ് ഇഫ് ഉണ്ടോ, രണ്ടെണ്ണം, ഒരു എൽസ് ഇഫ് മാത്രമല്ല കുറെ എൽസ് ഇഫ് വെക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അങ്ങനെ എത്ര എൽസ് ഇഫ് ഉണ്ടോ അത്രയും എൽസ് ഇഫിലേക്ക് കടന്നു പോയതിന് ശേഷം അറ്റ് ദി എൻഡ് ആണ് അതായത് ഈ ഒരു ഈ കണ്ടീഷൻ എൽസ് ഇഫ് ഈഫോ അല്ലെങ്കിൽ എൽസ് ഇഫ് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് ഏറ്റവും അവസാനത്തിലെ എൽസ് പോർഷനിലുള്ള ഈ ഏറ്റവും ലാസ്റ്റിലുള്ള എൽസ് പോർഷനിലുള്ള ഇതിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം ഒരു 50ക്ക് ലെസ് ദാൻ ആയിട്ടുള്ള വാല്യൂ പറയാം. 31 ആണെങ്കിൽ നേരെ ഫേസ്റ്റിലേക്ക് റൺ ചെയ്യും. കണ്ടല്ലോ, സ്റ്റുഡന്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഏറ്റവും ഫസ്റ്റ് ലൂപ്പിൽ തന്നെ നമുക്ക് എക്സിക്യൂഷൻ കിട്ടി. ഇനി അല്ല, ഞാൻ 50 കൊടുത്തു. 50 കൊടുക്കുമ്പോൾ സ്റ്റുഡന്റ് ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടണം. കിട്ടി. ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഈ ഒരു കണ്ടീഷൻ നോക്കി, മാർക്ക് ലെസ് ദാൻ 50, അതായത് ഇവിടെ 50നെ കൊടുത്തേ, 50 ലെസ് ദാൻ 50 ആണോ? അല്ല. അപ്പൊ ഇതിനകത്ത് കയറേണ്ട ആവശ്യമില്ല, നേരെ അടുത്ത ലൂപ്പിംഗിലെ അടുത്തൊരു ചെക്കിംഗിലേക്ക് പോയി. ചെക്കിംഗിലേക്ക് പോകുമ്പോൾ മാർക്ക് ഈക്വൽ ടു 50, മാർക്ക് ഈക്വൽ ടു 50 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി, 50 ഈക്വൽ ടു 50 ട്രൂ ആയി. അപ്പം ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ കുറച്ചും കൂടി വലിയ വാല്യൂ കൊടുക്കുകയാണ്, ഒരു 89. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഈ ഒരു 89 ലെസ് ദാൻ 50 ആണോ നോക്കൂ. ലെസ് ദാൻ 50 ആണെങ്കിൽ, ഹലോ, am I audible അല്ലേ? Okay, thank you. So 89 ലെസ് ദാൻ 50 ആണോ നോക്കി. 89 ലെസ് ദാൻ 50 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം 89 എന്ന് പറയുന്ന 50നെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആണ്. ഇതിനകത്ത് പോവില്ല, നെക്സ്റ്റ് ലൂപ്പിലേക്ക് പോയി 89 ഈക്വൽ ടു 50 ആണോ നോക്കി. അല്ല, ഇതും ഫോൾസ് ആണ്, ഇതിലേക്കും പോകുന്നില്ല. അടുത്തതിലേക്ക് പോയി, അടുത്തതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ചെക്കിംഗ് ഒന്നുമില്ല, ഡയറക്ട്ലി ഇത് രണ്ടും അല്ലെങ്കിൽ ഇതാണ്. അപ്പൊ സ്റ്റുഡന്റ് പാസ് പ്രിന്റ് ചെയ്തു. ഈ ഒരു എന്താ പ്രോസസ് ആണ് ഈ ലൂപ്പിംഗിൽ നടക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, ma'am, it's clear. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ.
ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും മിസ് ചോദിക്കൂ. മിസ്സേ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. മിസ്സേ ഞാൻ വേറൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ചെയ്ത, പക്ഷെ അതിനകത്ത് ഇത് കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് ആപ്പായിരുന്നു? ഡെസ്ക്ടോപ്പ് ആപ്പാണോ ഫോണാണോ? എൽസ് എപ്പോഴും ലാസ്റ്റ് ആണോ? കോഡിംഗ് ഇൻ ഒറ്റ സെക്കൻഡ്. കോഡിംഗ് സി കമ്പൈലറോ? സി ആണെങ്കിൽ എലിഫ് ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സിയിലാകുമ്പം എലിഫ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്യാം. എലിഫ് അല്ല, എൽസിഫ് ആണോ? ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്യൂ. എൽസ് എപ്പോഴും അധികം ഐ മീൻ മോസ്റ്റ് പ്രിഫറബിളി ലാസ്റ്റ് ആണ് കൊടുക്കുക. സോ ദാറ്റ് എൻഡിലായിരിക്കും ആ ഒരു എൽസ് പാർട്ടിലേക്ക് പോകുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? അത് ആരാ ചോദിച്ചതെന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യുന്നുണ്ടോ? ഹലോ, ചെയ്യുന്നുണ്ടോ? ഷെയർ ആവുന്നില്ല, നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഒരു സ്ക്രീൻഷോട്ട് ഓർഗനൈസേഴ്സിന്റെ അടുത്ത് കൊടുത്തോളൂ, അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ വാങ്ങി ഒന്ന് കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് കണ്ടീഷൻസ് ആണ്. ഇതില് ഫോർ ലൂപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഇത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സ് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ടഡ് ആവണം എന്നുണ്ടെങ്കിലാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. കൺഫ്യൂഷൻ ആയേക്കാം, പേടിക്കണ്ട. അതായത് ഇപ്പോ 5 പ്രാവശ്യം നമുക്കൊരു നമ്പറിനെ പ്രിന്റ്, എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ 5 പ്രാവശ്യം നമുക്കൊരു എന്താ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർ ലൂപ്പിനകത്ത് 1 മുതൽ 5 വരെ ആവുന്ന ടൈമില് എത്ര ഫോർ ലൂപ്പിന്റെ ഒരു സിന്റാക്സ് ഉണ്ട്. ഫോർ എന്ന് പറഞ്ഞിട്ട് ഫോർ ഐ ഈക്വൽ ടു ഏത് മുതൽ ഏത് വരെ എന്തൊരു കണ്ടീഷൻ വെച്ചിട്ടാണ്. ഒറ്റ സെക്കൻഡ്. ഓക്കെ, പെർഫെക്റ്റ്. കേൾക്കാലോ അല്ലേ? ഓക്കെ, സോ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഇത്, അതായത് ഒരു കൗണ്ടർ സെറ്റ് ചെയ്ത് അത് എത്ര മുതൽ എത്ര വരെ ആവാം എന്നുള്ള രീതിക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ എനിക്ക് 5 പ്രാവശ്യം ഒരു പെർട്ടിക്കുലർ നമ്പർ പോട്ടെ, ഒരു നമ്പർ പ്രിന്റ് ചെയ്യാം. ആ ഒരു പ്രോസസ്സ് കാണിക്കാൻ വേണ്ടി നമുക്ക് നമ്പർ തന്നെ പ്രിന്റ് ചെയ്യാം. ഞാൻ ഇതിന് യൂസ് ചെയ്യുന്ന സിന്റാക്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് 4 എന്ന് കൊടുക്കുക, എന്നിട്ട് വിത്തിൻ സർക്കുലർ ബ്രാക്കറ്റ്സ് നമ്മൾ ഏത് യൂഷ്വലി കൗണ്ടിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുക അല്ലെ? സോ ഇന്റീജർ ഇന്റ് ഒരു വേരിയബിൾ നെയിം ചൂസ് ചെയ്യുക. അതിപ്പോ എ ആവാം, ബി ആവാം, എന്തും ആവാം. ഓക്കെ, എന്തും ആവാം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് കൗണ്ടറിന് ചൂസ് ചെയ്യാണ്. ഓക്കെ, കൗണ്ടറിന് ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ ഇത് ചെയ്യേണ്ട ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാം. ഞാൻ കൗണ്ടറിന് ഇനീഷ്യലി 0 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് സെമികോളൻ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ കൗണ്ടർ എത്ര വരെ ആവുന്ന ടൈമിലാണ്, എനിക്കിപ്പോ
10 പ്രാവശ്യം ഈ ഒരു ലൂപ്പിനകത്ത് അല്ലെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ലൂപ്പ് എന്ന് വെച്ചാൽ സെയിം തിങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇപ്പൊ എനിക്ക് 10 പ്രാവശ്യം ഈ ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പം 10 കൗണ്ടർ ലെസ് ദാൻ 10 എന്നിട്ട് അഗെയിൻ സെപ്പറേറ്റഡ് ബൈ സെമിക്കോളൻ എത്ര ഈ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യണം. പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, പേടിക്കണ്ട. കംപ്ലീറ്റ് പ്രോസസ്സ് പറഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ ഞാൻ കൗണ്ടറിനെ ബൈ 1 ഇൻക്രിമെന്റ് ചെയ്യാണ്. കൗണ്ടർ ഈക്വൽ ടു നിങ്ങൾക്ക് ഓക്കെ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് ഇൻക്രിമെന്റ് ചെയ്യാം. ഇനി ഈ ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോർ ലൂപ്പിൽ നമ്മൾ കൊടുക്കണ്ട അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള പ്രോസസ്, അതായത് ഈ ഫോർ ലൂപ്പിന്റെ ബോഡി നമ്മൾ ഇനി കൊടുക്കണം. സോ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് കൗണ്ടേഴ്സ് തന്നെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പം ഈ കൗണ്ടേഴ്സ് പ്രിന്റ് ചെയ്യുമ്പോഴായിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൗണ്ടറിന് തന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. പ്രിന്റ് കൗണ്ടർ. ഓക്കെ, റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, റൺ ചെയ്തതിന് മുമ്പ് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇനി ഗസസ് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ ഗസസ് ഇടാം. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 to 9. ഓക്കെ, 1. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. 0 to 9 ആണ്. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 0 to 9 തന്നെയാണ് കിട്ടുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ് ഫസ്റ്റ് നമ്മൾ അതായത് കൗണ്ടറിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റീജർ ആണെങ്കിൽ കൊടുത്തു. ഇതിന്റെ അറ്റ് ഫസ്റ്റ് കൊടുത്ത വാല്യൂ 0 ആണ്. ഓക്കെ, ഈ 0 ആകുമ്പോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ചെക്ക് ചെയ്യും. കൗണ്ടർ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ലെസ് ദാൻ 10 ആണോ ചെക്ക് ചെയ്യും. അറ്റ് പ്രസന്റ് കൗണ്ടറിന്റെ വാല്യൂ എന്താ? 0 ആണ് അല്ലേ? ഓക്കെ, അപ്പം 0 ലെസ് ദാൻ 10 ആണോ? എനിക്ക് ഒരാളെ ആക്റ്റീവ് ആയിട്ട് വേണം. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഈ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വരെ ഒന്ന് എനിക്ക് എന്താ റിപ്പീറ്റഡ്ലി റിപ്ലൈ തന്നുകൊണ്ടിരിക്കണം. സോ അതിനൊരാളൊന്ന് വളണ്ടിയർലി വരാമോ? ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വരാമോ? ജസ്റ്റ് ഒന്നുമില്ല, സംഭവം മനസ്സിലാവുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആ ഒരു റിപ്ലൈ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പ്രോസസ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും. ഹലോ മിസ്. യാ, ഓക്കെ. പേരെന്തായിരുന്നു? മുഹമ്മദ് സക്കരിയ. ഓക്കെ, മുഹമ്മദ് എന്ന് വിളിക്കണോ സക്രിയ എന്ന് വിളിക്കണോ? മുഹമ്മദ് എന്ന് വിളിച്ചു. ഓക്കെ, സോ ഇനീഷ്യലി കൗണ്ടറിന്റെ വാല്യൂ എന്താ മുഹമ്മദ്? 0. ഓക്കെ, 0 ലെസ് ദാൻ 10 ആണോ എന്നുള്ള ഒരു കണ്ടീഷൻ, അതായത് ഈ സെക്കൻഡ് വരുന്നതാണ് ഇനി നോക്കാൻ പോണേ. അപ്പൊ 0 ലെസ് ദാൻ 10 ആണോ? അതെ. അതെ. സോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് കടക്കും. അതായത് ഇത് ട്രൂ ആണെങ്കിൽ ഇതൊരു ലോക്ക് കീ പോലെയാണ്. ആ ലോക്ക് ഓക്കെ ആണ്, അതായത് സക്സസ്ഫുൾ ആണെങ്കിൽ ഇതിനകത്ത് കടക്കും. അകത്ത് കടക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അകത്ത് കടന്നതിന് ശേഷം ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുന്നത്? കൗണ്ടറിന്റെ പ്രസന്റ് വാല്യൂ. കൗണ്ടറിന്റെ പ്രസന്റ് വാല്യൂ എന്താണിടോ മുഹമ്മദ്? പോയോ? 0. ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണേ. ഓക്കെ, 0 ആണ്, അതുകൊണ്ട് 0 പ്രിന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് 1 2 3 4 1 2 3 4. അപ്പൊ 4 എന്ന് പറയുന്നത് കൗണ്ടറിനെ ബൈ 1 ഇൻക്രിമെന്റ് ചെയ്യാനുള്ളതാണ്. അപ്പം കൗണ്ടറിനെ ബൈ 1 ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ കൗണ്ടറിന്റെ വാല്യൂ എന്താണ് പറയൂ? 1. ഇനി എന്ത് ചെയ്യും? ആദ്യമേ ചെയ്ത പോലെ 1 ലെസ് ദാൻ 10 ആണോ നോക്കും. 1 ലെസ് ദാൻ 10 ആണോ നോക്കും. 1 ലെസ് ദാൻ 10 ആണ്. സോ അകത്ത് പോവും. ഇനി എന്തായിരിക്കും? കൗണ്ടറിന്റെ പ്രസന്റ് വാല്യൂ, ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ എന്താ? 1. അതാണ് 1 പ്രിന്റ് ആയത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോവും. എഗെയിൻ ബൈ 1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ കൗണ്ടറിന്റെ വാല്യൂ എന്താവും? 2. 2 ലെസ് ദാൻ 10 ആണോ നോക്കും. ആണോ?
ആണ്, ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്ത് കിടക്കും. ലൂപ്പിനകത്തോട്ടാവും. എന്നിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഫുള്ളി? എന്നിട്ട് അടുത്തത് +1 ആയിട്ട്, അതായത് ഇപ്പം 2 ആണ്, 2 + 1 ആയിട്ട് മാറും. അപ്പൊ കൗണ്ടറിന്റെ വാല്യൂ 3 ആവും. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് നോക്കാൻ നേരത്ത് 3 < 10 ആണ്, പിന്നെ ലൂപ്പിനകത്തോട്ട് കയറും. അതിനുശേഷം നമ്മൾ ആ ഒരു തേർഡ്, അതായത് കൗണ്ടർ +1 3 + 1 4 ആവും. 4 < 10 ആണ്, ലൂപ്പിനകത്തോട്ട് കയറും. പിന്നെ നമ്മൾ കൗണ്ടർ +1, അതായത് 4 + 1 5 ആവും. 5 < 10 ആവും. അങ്ങനെ ഗോയിങ് ഓൺ. നമ്മൾ 9 വരും, പിന്നെ അടുത്ത 10 വരാൻ നേരത്ത് 10 < 10 ഫോൾസ് ആവും. അപ്പം ലൂപ്പിന്റെ വെളിയിൽ പോകും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ 9 പ്രിന്റ് ആയി ഇതുപോലെ. ഇനി 9 + 1 ആവും, 10 ആവും. 10 < 10 ആണോ? ഫോൾസ് ആണ്. 10 = 10 ആണല്ലേ? അതുകൊണ്ട് 10 അവിടെ പ്രിന്റ് ആവില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമോ? ആർക്കെങ്കിലും അൺക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു ഇഷ്യൂസും ഇല്ല. ക്ലിയർ ആണ്? ഒരാൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇതിപ്പോ കമന്റ് ചെയ്ത് കളിച്ചല്ലേ ഏതാണെന്ന്? അതെ, ഇത് ജസ്റ്റ് കമന്റ് ചെയ്ത് എന്താണ് ആ ഒരു പ്രോസസ് അതിനനുസരിച്ച് ജസ്റ്റ് കമന്റ് ചെയ്ത് കാണിച്ചത്. അല്ല, ഇതും സി പ്രോഗ്രാമിംഗ് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. സി ഓൾമോസ്റ്റ് സെയിം ആണ്. അതാ പറഞ്ഞ സീനോടും ഡാർട്ടിനും കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, എന്താ ഷിബി പറഞ്ഞോളൂ. എന്തേലും പറയാനുണ്ടോ? റൈസ് ഹാൻഡ് ചെയ്ത് കണ്ടു. ഹലോ ഷിബി. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരുവാണ്. അതായത് ഫോർ ലൂപ്പ് വെച്ചിട്ട് നിങ്ങൾ ഈവൺ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഈവൺ നമ്പേഴ്സ്, ഏറ്റവും ഫസ്റ്റ് ഈവൺ നമ്പർ മുതൽ ഒരു 100 ഈവൺ നമ്പേഴ്സ് പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, പെട്ടെന്ന് ചെയ്യൂ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആക്കാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം 5:44, യു ഹാവ് ടൈം ടിൽ 5:47. Your time starts now. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം 2, 2നും 100നും ഇടയിലെ എല്ലാ ഈവൻ നമ്പേഴ്സും പ്രിന്റ് ചെയ്യാനാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ,
Okay, so time up. കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടാത്തതാണ്, എറേഴ്സ് വന്നു, എന്താ പ്രശ്നം പറ്റിയേ? കിട്ടി. ഓക്കെ, സോ കിട്ടി. ഏതെങ്കിലും ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ആരെങ്കിലും ഒരാള്? ആരെങ്കിലും ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ആരുമില്ലേ? ഓക്കെ, കൗണ്ടർ 2 less than 100. ഓക്കെ, പെർഫെക്റ്റ്. ഇനി ഇതിൽ 100 കൂടി വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരി, 100 കൂടി വേണം. എനിക്ക് 100 കൂടി വേണം. സോ എന്താ ചെയ്യാം? ഈക്വൽ ടു 200. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഫോർ ലൂപ്പിനെ പോലെ തന്നെ ഉള്ള വേറൊരു ലൂപ്പിംഗ് ആണ് വൈൽ ലൂപ്പ്. അപ്പൊ ഫോർ ലൂപ്പിൽ നമ്മൾ ഇന്നത് മുതൽ ഇന്നത് വരെ എന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ബട്ട് വൈൽ ലൂപ്പിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കണ്ടീഷൻ നമ്മൾ ഈ ലൂപ്പിലൊക്കെ കൊടുക്കുന്ന പോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുക്കും. അത് ആ ഒരു ട്രൂ ആവുന്നത്രോളം കാലം ബോഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നടക്കുന്നത്. അപ്പൊ വൈൽ ലൂപ്പ് വെച്ചിട്ട് ഞാനൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ ആദ്യമേ ഒരു ഇന്റീജറിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്റീജർ ചെക്ക് ഈക്വൽ ടു 5 ജസ്റ്റ് വെറുതെ ഒരു കൊടുക്കുകയാണ്. ഇനി while loopന്റെ സിന്റാക്സ് while condition within circular brackets and body within curly brackets. okay, കണ്ടീഷൻ ആദ്യം കൊടുക്കണം. ഞാൻ കണ്ടീഷൻ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ while ചെക്ക് എന്ന് പറയുന്നത് ഞാൻ 5 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ചെക്ക് എന്ന് പറയുന്നത് while check less than 100 ആകുമ്പോ ഞാൻ ഇതിന്റെ അകത്ത് കടക്കും, അല്ലെങ്കിൽ പോട്ടെ 10 ആകുമ്പോ ഞാൻ ഇതിനകത്ത് കടന്നിട്ട് പ്രിന്റ് ചെയ്യാൻ പറയാ ചെയ്യുന്നത്. പ്രിന്റ് ജസ്റ്റ് ആ ഒരു ചെക്ക് പ്രിന്റ് ചെയ്യാണ്. ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഇഷ്യൂ വരും. എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും? ഇത് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഇഷ്യൂ വന്നേക്കാം. എന്താണെന്ന് പറയാമോ? അതിന് ലിമിറ്റ് ഫൈനൈറ്റ് ആവും. യാ, കറക്റ്റ്. ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അതായത് ഒരു അറ്റ് ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 5 ആണ് നമ്മൾ ഇനീഷ്യൽ വാല്യൂ കൊടുത്തത് അല്ലേ. ഓക്കെ, 5 ആണ് ഇനീഷ്യൽ വാല്യൂ. ഹലോ മിസ്. ഹലോ, ഞാൻ ലീവായി പോയല്ലേ, സോറി. ഇപ്പൊ കേൾക്കാമോ? ഹലോ. ഓക്കെ, സോ സോറി, ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നുപോയി. ലെറ്റ്സ് കണ്ടിന്യൂ. സോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡാർട്ട് പാഡിൽ ഞാൻ ഇൻഫിനിറ്റ് ലൂപ്പ് വെക്കുമ്പോൾ സൈറ്റ് ലോഡ് ആവാത്ത ഒരു ഇഷ്യൂ ഒക്കെ
വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പൈത്തൺ കമ്പൈലർ വെച്ച് ഐസൈറ്റ് ലൂപ്പ് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് ജസ്റ്റ് കാണിച്ചു തരാന്നാ വിചാരിച്ചത്. ഓക്കെ, സെയിം സംഭവം സെയിം ആണ്. അതായത് വൈൽ ലൂപ്പ് ആണെന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. പൈത്തണിന്റെ പ്രോഗ്രാമിംഗ് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ലൂപ്പിംഗ് ആ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് കണ്ടീഷൻ കാണിക്കാൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വൈൽ 5 less than okay, same thing ഞാൻ പേസ്റ്റ് ചെയ്തു. പൈത്തൺ നമുക്ക് സെമിക്കോളന്റെ ആവശ്യമില്ല. ഓക്കെ, സോറി. Sorry. Just a second. So sorry, in the programming the error ആണ്. Okay. So infinite loop condition പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആ ഒരു ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എന്താ ഈ ഒരു സൈറ്റ് കുറച്ച് ഡൗൺ ആവുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇൻഫിനിറ്റ് ലൂപ്പ് കണ്ടീഷൻ കാണിച്ചു തരുന്നില്ല. പകരം ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻഫിനിറ്റ് കണ്ടീഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കുകയാണ്. ജസ്റ്റ് ചെക്ക് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാന്നുള്ള രീതിക്ക്, അതായത് ചെക്ക് ഈക്വൽ ടു ചെക്ക് പ്ലസ് 1 കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടല്ലോ. അതായത് ഇനീഷ്യലി ചെക്കിന്റെ വാല്യൂ 5 ആയിരുന്നു. 5 ലെസ് ദാൻ 10 ആയതുകൊണ്ട് ട്രൂ ആണ്. സോ പ്രിന്റ് 5 വന്നു. ഇനി ചെക്കിനെ ബൈ 1 ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 6 ആയി. 6 ലെസ് ദാൻ 10 ആണെങ്കിൽ ട്രൂ ആയി. ഉള്ളിലേക്ക് വന്നു, 6 പ്രിന്റ് ചെയ്തു. 7 ആയി. 7 ലെസ് ദാൻ 10 ആണ്, ട്രൂ ആണ്. ചെക്ക് ചെയ്തു, ലൈക്ക് പ്രിന്റ് ചെയ്തു, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. അതാണ് ആ ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാണ്. വൈൽ ലൂപ്പ് വെച്ചിട്ട് ഓഡ് ഓർ ഈവൻ ചെക്കിങ് ചെയ്യണം. അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാത്ത ഫസ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ ഹിഞ്ചും കൂടി തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മള് പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് 2നോട് ചെക്ക് ചെയ്യുക അല്ലെ. 2/2 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ ഈവൻ നമ്പേഴ്സ് ആണെന്ന് പറയും. അപ്പം ആ ഒരു റിമൈൻഡർ നോക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ മൊഡ്യൂളോ, അതായത്
ഇപ്പോ ഞാൻ ഒരു നമ്പർ എടുത്തു, ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ടാസ്ക് എന്താ വെച്ചാൽ 0 to 100 വരെയുള്ള നമ്പേഴ്സിൽ ഈവൺ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടീഷൻ കൊടുക്കുക, എന്നിട്ട് ഇപ്പോ ആ ഒരു പെർട്ടിക്കുലർ n വെച്ചിട്ടാണ് കൊടുത്തെങ്കിൽ n മോഡുലോ 2 ഡബിൾ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൺ ആണെന്ന് പ്രിന്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ആ ഒരു ടെക്നിക്, അല്ലെങ്കിൽ ആ ഒരു ലോജിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന മോഡുലോ ഓപ്പറേറ്റർ ആണ്, ആ പെർസെന്റേജിന്റെ ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇപ്പം ടൈം 5:57. You have time till 6:01 and your time starts now. മുഹമ്മദ് സക്കറിയ എന്താ വോയിഡ് മെയിൻ കൊടുക്കണ്ടേന്ന് ചോദിച്ചേ, എവിടെയായിരുന്നു? അത് നേരത്തെ ചോദിച്ചാണ് മിസ്സേ. മിസ് എന്തോ അത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ ചെയ്ത്, അത് എന്തുവായിരുന്നു ചെയ്ത സംഭവം? പൈത്തൺ പ്രോഗ്രാമിംഗിലായിരുന്നു. പൈത്തണിന്റെ നമ്മളെ മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ മിസ്, ഓക്കെ. ഷിനി എന്താ മിസ് ഡാർട്ട് വയലസ് വർക്ക് ആവില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ഹലോ ഷിനി ഉണ്ടോ? അത് മനസ്സിലായിരുന്നു മിസ്സേ. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ വൈൽ ലൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോർ ലൂപ്പിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ഫോർ ലൂപ്പിംഗ് വെച്ച് ലൂപ്പിംഗ് ചെയ്യുക. അതായത് ഇത്ര മുതൽ ഇത്ര വരെയില്ലെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി 0 to 100 വരെയുള്ള നമ്പേഴ്സിൽ ഈവൺ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാസ്ക്. ബട്ട് ആ ഒരു കണ്ടീഷൻ ചെക്കിംഗ് നടക്കണം, വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കണം. സോറി, ആൻഡ് ആ ഒരു കണ്ടീഷൻ ചെക്കിംഗ് മോഡുലോ ഓപ്പറേറ്റർ കൊണ്ട് കണ്ടീഷൻ ചെക്കിംഗ് നടക്കണം. ഓക്കെ, ജസ്റ്റ് മിയർലി നേരത്തെ പ്രിന്റ് ചെയ്ത പോലെ ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പാടില്ല. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഹലോ, എന്തായി, കിട്ടിയോ?
Can I get the responses to chat box? എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ? Hello. No response. Am I audible? Audible ആണോ? Hello, am I audible? Yes, okay, yes. So output കിട്ടിയോ? എന്തെങ്കിലും doubts ഉണ്ടോ? Errors വന്നിട്ടുണ്ടോ? Output കിട്ടിയെന്നാണോ? So നിങ്ങൾക്ക് ഒരു 2 more minutes ഞാൻ തരാം. 6:3 ആയിട്ടുണ്ട്. 6:5 വരെ ഒരു ടൈം എക്സ്റ്റൻഷൻ തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ? ഹലോ, ആർക്കും എന്തെങ്കിലും കേൾക്കാമോ? ഹലോ. ആ കേൾക്കാം, പറഞ്ഞോളൂ. എനിക്കൊന്നും കേട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ദേഷ്യം എല്ലാവർക്കും ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയോ ഞാൻ തന്ന ആ ഒരു ഈവൻ നമ്പർ? ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. 0 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ തന്ന ടാസ്ക്. നിങ്ങൾക്കത് ചെയ്ത് കിട്ടിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോസസ്സ് വേണ്ട ഹിന്റ്സ് തരാം. എന്താണെന്ന് നിങ്ങളുടെ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാമോ? സോ ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്ന് പറയൂ പ്ലീസ്. ഓക്കെ ഫൈൻ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കിട്ടിയ ആളായിരുന്നു? കിട്ടി. ഓക്കെ, 2 റെസ്പോൺസ് കിട്ടി. ഓൺലി 2, 3, 4. ഓക്കെ, ഷിനി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? കിട്ടിയ ഔട്ട്പുട്ട് ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമോ? ഹലോ ഷിനി. യാ, ഓക്കെ ഷിനി, ചെയ്തത് കറക്റ്റ് ആണ്. ഇവൻ നമ്പർ പ്രിന്റ് ചെയ്ത് കിട്ടും, ലോജിക്കും കറക്റ്റ് ആണ്. ബട്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാ മൊഡുലോ അല്ലെങ്കിൽ
റിമൈൻഡർ ചെക്കിംഗ് വെച്ചിട്ടുള്ള മെക്കാനിസം ആണ് ഞാൻ നോക്കിയത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഓക്കെ, കറക്റ്റ് ആണ്. സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ചെയ്തോളൂ. മറ്റാളും സെയിം ഇങ്ങനെ തന്നെയാണോ ചെയ്തത്? അൽഫാസ് സെയിം ഇങ്ങനെ തന്നെയാണോ അതോ അനിത എന്തെങ്കിലും പറയുന്നുണ്ടോ? എൽസ് ഒന്ന് മൈക്ക് മ്യൂട്ട്. ഓക്കെ, താങ്ക് യു. സോ അടുത്ത ആളും അങ്ങനെ തന്നെയാണോ ചെയ്തത്? അൽഫാസും ഇങ്ങനെ തന്നെയാണോ ചെയ്തത് അതോ മൊഡ്യൂൾ ഓപ്പറേറ്റർ വെച്ചിട്ടാണോ? ഞാൻ വേറെ രീതിക്കാണ് ചെയ്തത്. ബോർഡും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ഞാൻ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തു കേട്ടോ. അത് കുഴപ്പമില്ല, ഷെയർ ചെയ്യും. അത് കുഴപ്പമില്ല. കാണാമോ? കാണാം. ഒറ്റ സെക്കൻഡ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് മൊഡ്യൂൾ ഓപ്പറേറ്ററിന്റെ. ഞാൻ പറയാം. അല്ല, ക്ലോസ് ചെയ്യില്ലേ, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഓക്കെ, ഇവിടെ എന്താ മെക്കാനിസം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, അതായത് നിങ്ങളുടെ പേര് അൽഫാസ്. ഫസ്റ്റ് ഓഫ് ഓൾ നം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ഒരു ഇന്റീജർ വേരിയബിളിന് 100 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ ഐ എന്ന് പറഞ്ഞ ഒരു ഇന്റീജർ വേരിയബിളിന് 1 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ശേഷം ആള് ആ ഒരു അതായത് വൈൽ ഐക്ക് 1 എന്ന് പറഞ്ഞ ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ 1 എന്ന് പറയുന്നത് ആ ഒരു ഐ വെച്ചിട്ടാണ് ബാക്കിയുള്ള കണ്ടീഷൻ ചെക്കിങ് നടക്കുന്നത്. ആ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നൺ, അതായത് 100 വരെ ആവുന്നുണ്ടോ എന്നുള്ളൊരു ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. സോ ആ ഒരു കണ്ടീഷൻ, അതായത് ഐ എന്ന് പറയുന്ന ഇനീഷ്യലി 1 കൊടുത്തു, നം എന്ന് പറഞ്ഞാൽ 100 കൊടുത്തു. അപ്പൊ ഓരോ നമ്പറും എടുക്കുന്ന ഓരോ നമ്പറും 100-നെക്കാട്ടും ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നുള്ള ഒരു കണ്ടീഷൻ ആണ് വൈൽ ലൂപ്പിനകത്ത് നോക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ അതിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ബോഡിയിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഈഫ് ലൂപ്പിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ നമ്പർ മോഡുലോ 2 രണ്ടിനോട് മൊഡുലോ നോക്കണം. മൊഡുലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ആണ് കിട്ടുന്നത്. സോ റിമൈൻഡർ ആ ഒരു മൊഡുലോ 2 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, അതായത് ആ ഒരു നമ്പർ ബൈ 2 ചെയ്താൽ നമുക്ക് 0 റിമൈൻഡർ കിട്ടുമെങ്കിൽ നമുക്കത് പറയാം ആ നമ്പർ ഈവൻ നമ്പർ ആണ്. ഓക്കെ, ആ ഒരു ഓക്കെ സോ ഈവൻ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ പഠിപ്പിക്കാത്ത ഒരു ലോജിക്കും കൂടി അൽഫാസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഡോളർ സിമ്പിൾ ആൻഡ് ഐ കൊടുത്തു കഴിഞ്ഞാൽ ഐയിൽ സ്റ്റോർ ചെയ്ത വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ആ ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് ഐ എഴുതാം, നമുക്ക് കോഡ്സിൽ എന്താണ് അത് എക്സാക്ട്ലി വേണ്ട അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോ അങ്ങനെയാണ്, അതായത് ഡോളർ സിമ്പിൾ ഐ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ഇനീഷ്യലി നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 1 ആണ്. 1 മോഡുലോ 2 ഡബിൾ ഈക്വൽ ടു 0 ആണ്. 1/2 റിമൈൻഡർ 0 ആണോ എന്ന് നോക്കൂ. സോറി ഫോർ ദാറ്റ്. സോ ചെക്കിംഗ് നടത്തിയിട്ട് ആ ഓരോ നമ്പേഴ്സും ചെക്കിംഗ് നടക്കും. അതുപോലെ തന്നെ നമ്പേഴ്സ് ഇൻക്രിമെന്റും ചെയ്യുന്നുണ്ട്. ഐ ഈക്വൽ ടു 1, അതായത് ആദ്യം ഇനീഷ്യലിയിലെ 1-നെ കൊണ്ട് ചെക്ക് ചെയ്യും. ദെൻ ആ ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 2 ആവും. 2-നെ കൊണ്ട് ചെക്ക് ചെയ്യും, 3 ആവും. അങ്ങനെ ഓരോ ബൈ 100 വരെ ആവുന്നത് വരേക്കും ചെക്കിംഗ് നടക്കും. ഇനി ഐ ഈക്വൽ ടു i+1 ഈ ലൂപ്പിനകത്ത് എഴുതി, എൽസ് ലൂപ്പിനകത്ത് എഴുതി അൽഫാസ്. അതില്ലെങ്കിൽ കോമൺ ആയിട്ട് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് 0 മുതൽ 100 വരെ ആവുന്നത് വരെ ബൈ 1 ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്താലും ഓക്കെ ആണ്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ക്ലിയർ ആയോ? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് ചാറ്റ് ചെയ്യോ? ഡോളർ എടുത്ത് കാണിച്ചത് എന്താണെന്ന് കൂടെ ഒന്ന് പറയാമെന്ന് അറിയത്തില്ല. ഓക്കെ, പറഞ്ഞുതരാം. ഓക്കെ, ഡോളർ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ആ ഐയിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വരാം. ഇവിടെ കണ്ടല്ലോ, ഈ ഒരു ഐ ഇവിടെ കൊടുത്ത സമയത്ത് ഇനീഷ്യലി എന്താണോ ഇതിന്റെ വാല്യൂ അതങ്ങനെ ഈസ് ഈവൺ, ഈസ് ഓഡ് അങ്ങനെ വരും. ഓക്കെ, ഇനീഷ്യലി 1 എന്ന് പറയുന്നത് 1/2 = 0 അല്ല. സോ 1 മുതലോട്ട് =0 അല്ല, നമുക്ക് അവിടെ റിമൈൻഡർ 0 അല്ല കിട്ടുന്നത്. സോ എന്ത് ചെയ്യും, നെക്സ്റ്റിലേക്ക് പോവും, എൽസ് ലൂപ്പിലേക്ക് പോയിട്ട് ഇവിടെ ആ 1 ഡോളർ ഐ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി അതിന്റെ വാല്യൂ 1 അല്ല, അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 1 അല്ലേ, അപ്പൊ 1 ഈസ് ഓഡ് അതാണ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആവും, 2 ആവും, സിമിലർ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ സിമ്പൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിനോട്ടേഷൻ ആണോ അതോ? ഡിനോട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല, ബട്ട് അതില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് നമുക്ക് ഡയറക്ട്ലി ആ ഒരു എന്താ സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ചെയ്തോളൂ അൽഫാസ്. ഐ എന്ന് എഴുതിയാലും മതിയായിരുന്നു മിസ്സേ, അവിടെ സിമ്പൽ ഇല്ല. ഐ എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഐ എന്ന് എഴുതാ, എന്നിട്ട് EC1, അതായത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഞാനിവിടെ പ്രിന്റ് കോഡ്സിൽ, സിംഗിൾ കോഡ്സിൽ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ ഐ ഈസ് ഈവൺ എന്ന് കൊടുത്തു കഴിഞ്ഞാല് എനിക്ക് എന്താ കിട്ടുവാന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ പ്രിന്റ് ആവും. ഓക്കെ, കണ്ടല്ലോ, അങ്ങനെ തന്നെ പ്രിന്റ് ആയി EC1. ഇനി ഞാൻ ഐന്ന് വെറുതെ കൊടുക്കാണ്, കോമ EC1 വിത്തിൻ കോഡ്സ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഐ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ ഒരു എറർ വന്നു കഴിഞ്ഞത്. ഞാൻ ഒരു ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇന്റീജറിൽ ഐക്ക് ഒരു 2 എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശേഷം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പം നേരത്തെ യൂസ് ചെയ്ത പോലെ കോഡ്സിനുള്ളില് ഡോളർ ഐ എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഡോളർ ഐ എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ എന്താണ് അതായിരിക്കും. ഇപ്പൊ 2 ഐക്കകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ 2 ആയതുകൊണ്ട് 2 ഈസ് ഈവൺ എന്ന് കിട്ടി. ബട്ട് ഐ ഈസ് ഈവൺ ആണ് ഞാൻ ഈ കോഡ്സിനുള്ളിൽ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടില്ല. ഐ ഈസ് ഈവൺ ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം ഡോളറിനകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ 2 ആണ്, സോ 2 ഈസ് ഈവൺ പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ്. ഞാനിത് ഈ ഒരു വൈൽ ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. ഞാൻ ഈ സ്റ്റാർട്ടിങ്ങില്, അതായത് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിഡ് മെയിൻ ഒരു ഫംഗ്ഷനകത്താണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ എഴുതേണ്ടതെന്ന്. ഓക്കെ, വൈ വോയിഡ്, ഇത് എന്തുകൊണ്ടാണ് വോയിഡ്, അല്ലെങ്കിൽ വോയിഡ് എന്താ മെയിൻ ചെയ്യുന്നത്? 3rd years and 4th years ഒക്കെ ഇല്ലേ ഈ ഒരു സെഷനിൽ? സോ അവർക്കൊന്ന് പറയാമോ എന്താണ് വോയിഡ് മെയിൻ ചെയ്യുന്നതെന്ന്? Can I get the response to chat box? എന്താണ് വോയിഡ് മീൻ ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഡാറ്റ ടൈപ്പ് ആണ്. നത്തിങ് ഈസ് റിട്ടേണിങ്. പെർഫെക്റ്റ്. റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, റിട്ടേൺ വാല്യൂ എംപ്റ്റി. പിന്നെ ഇനി അതോ റെസ്പോൺസ്? ഓക്കെ, അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ ഇല്ലെങ്കിൽ അവിടെ വോയിഡിനെ യൂസ് ചെയ്യും. ഇനി നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാൻ ഉണ്ട് എന്നാണെങ്കിൽ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അതാണ് റിട്ടേൺ ചെയ്യുന്നത്. യൂണിവേഴ്സൽ പോയിന്റർ. ഓക്കെ, സോ ഞാൻ ഫങ്ഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ ഇവിടെ മെയിൻ ഫംഗ്ഷനകത്തുനിന്ന് പുറത്തേക്ക് വന്ന വേറൊരു കുഞ്ഞു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫംഗ്ഷൻ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസബിലിറ്റി, അതായത് ഒരു വലിയ പ്രോഗ്രാമിനെ നമുക്ക് ആവശ്യം അനുസരിച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ആ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ്സ് ആയിട്ട്, അതായത് ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനാലിറ്റി ആയിരിക്കും അല്ലെ ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. ആ ഒരു ഫംഗ്ഷനാലിറ്റി ലാസ്റ്റ്ലി കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നോക്കുക. ഓക്കെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുകയാണ് ഒരു പ്രത്യേക ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷന് കൊടുക്കാണ്. അപ്പൊ ഫംഗ്ഷന് ഞാൻ ഒന്നും റിട്ടേൺ ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വോയിഡിന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതാണ് വോയിഡിന് കൊടുത്തത്. അതായത് ഡാറ്റ ടൈപ്പ് അറ്റ് ഫസ്റ്റ് വരും. എന്നിട്ട് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ആ ഒരു ഫംഗ്ഷന് ഒരു നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പൊ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിന്റ് സംതിങ്. ഓക്കെ, പ്രിന്റ് സംതിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഫംഗ്ഷൻ ആണ്. സോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സർക്കുലർ ബ്രാക്കറ്റ്സ് വേണം. ആൻഡ് ദെൻ കേർലി ബ്രാക്കറ്റ്സിനകത്താണ് നമ്മൾ കാര്യങ്ങൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പൊ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പം ഒരു നോർമലി പ്രിന്റ് ഒക്കെ ചെയ്യാനുള്ള ടൈപ്പിനാണ് നമുക്ക് ഈ ഒരു വോയിഡ് വെച്ച് റെപ്രസെന്റ് ചെയ്ത്. ഞാൻ ഇവിടെ പ്രിന്റില് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. You have ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, you have entered to function ഞാൻ പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അതായത് ഇതൊരു കുഞ്ഞു ഫംഗ്ഷൻ ആണ്. ഈ വോയിഡിനകത്തില്ലേ വോയിഡ് ഡാറ്റ ടൈപ്പ് ഫംഗ്ഷന്റെ നെയിമാണ് പ്രിന്റ് സംതിങ് എന്നുള്ളത്. ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സർക്കുലർ ബ്രാക്കറ്റ്സ് വേണമെന്ന്. then within curly brackets ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതായത് you have entered to function എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു. ഇനി മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ഈ ഫംഗ്ഷനെ വിളിക്കണം. ഫംഗ്ഷനെ വിളിക്കാൻ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ നെയിമും പിന്നെ ഈ കാണുന്ന ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സർക്കുലർ ബ്രാക്കറ്റ്സ് ഇല്ലേ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പ്രിന്റ് സംതിങ് എന്ന് പറഞ്ഞ ഇതിന്റെ നെയിം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സർക്കുലർ ബ്രാക്കറ്റ്സ്, പിന്നെ ഒരു സെമികോളൻ കൂടി ആവശ്യമായിട്ട് ഉണ്ട്. ഇനി ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫംഗ്ഷനകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത് അത് കാണാം. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. പ്രിന്റ് സംതിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഓക്കെ, ഇത് കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഫംഗ്ഷനിലേക്ക് പോകും. ഫംഗ്ഷനിൽ എന്താ ഉള്ളത്? പ്രിന്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് എന്താണോ ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ കുറച്ചും കൂടി ഒരു 2-3 ഫംഗ്ഷനും കൂടി എഴുതുവാണ്. void second function. ഓക്കെ, ഇതില് ഞാൻ പ്രിന്റ് നിങ്ങൾക്ക് ഏതിലേക്കാണ് കേറുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. you have entered to second function എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇന്ററാക്ട് ചെയ്യാട്ടോ. void last function. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ആക്കി അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. പ്രിന്റ് you have entered to last function. Okay, ഞാൻ ഇവിടെ എന്തിനെ കോൾ ചെയ്യുന്നു, ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു ആ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ സപ്പോസ് ഞാൻ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ലാസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്തു എന്ന് വിചാരിക്കാം. സെക്കൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്തു, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ വിളിക്കുന്നത് ഈ ഫംഗ്ഷനെയാണ്. അതായത് ഈ ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ബോഡി, അതായത് you have entered to second function എന്നുള്ള ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഞാൻ ഇവിടെ തേർഡ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്, സോറി ലാസ്റ്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള, അതായത് ആ ബൈ നെയിം ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ റിട്ടേൺ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ടൈപ്പ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇന്റ് എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? ഞാൻ ഇവിടെ സം കൊടുക്കുകയാണ്. സം ഓഫ് എ ഇന്റ് സം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് ഇതിനകത്ത് ഞാൻ രണ്ട് വാല്യൂസ് കൊടുക്കാം. റിട്ടേൺ ഇൻറ്റീജർ എ എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു 10 എന്നുള്ള വാല്യൂ, അതുപോലെ ഇൻറ്റീജർ ബി എന്ന് പറഞ്ഞിട്ട് ഒരു 20 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റിട്ടേൺ ചെയ്യുന്നത് ഇത് രണ്ടും കൂടി ആഡപ്പ് ചെയ്തിട്ടുള്ള സമ്മാണ്. സോ എന്തായിരിക്കും ഇവിടെ വരുന്നത് ഒന്ന് ആരെങ്കിലും പറയൂ. ബി. സോ ഞാനത് ബിഗിനേഴ്സിന് കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ സം എന്ന് പറഞ്ഞിട്ട് സം ഈക്വൽ ടു 10 പ്ലസ് 20 എന്ന് കൊടുക്കാണ്. എന്നിട്ട് റിട്ടേൺ സം എന്ന് കൊടുക്കാണ്. ഓക്കെ, ഇപ്പൊ അത് വേരിയബിളിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ വേരിയബിൾ കൊടുത്താൽ മതിയല്ലോ. സം ഈക്വൽ ടു എ പ്ലസ് ബി. മനസ്സിലായിട്ടില്ല. ആ നമ്പേഴ്സ് ഇപ്പൊ ഓക്കെ മനസ്സിലായി. സോറി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സം ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് ഡയറക്ട്ലി കൊടുക്കാം. അതായത് ഓൾറെഡി ഇതിപ്പോ വേരിയബിൾസ് സ്റ്റോർ ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കുക. അതല്ലെങ്കിൽ ഡയറക്ട്ലി റിട്ടേൺ എന്താണോ എ പ്ലസ് ബി ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക. സർക്കുലർ ബ്രാക്കറ്റ്സിലാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ എഴുതുന്നത്. ആ ഒരു ബോഡി ഞാൻ ഇവിടെ ലാസ്റ്റ് ഫംഗ്ഷനെ വിളിച്ച് ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇനി സമ്മിനെ വിളിക്കാൻ പോവാണ്. ഓക്കെ, സമ്മിനെ വിളിച്ചു കഴിഞ്ഞാല് സമ്മിനകത്ത് എന്താണോ ഉള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് കിട്ടുന്നത് ഓക്കെ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാനിത് 10 പ്ലസ് 20 റിട്ടേൺ ചെയ്യാണ്. ആ റിട്ടേൺ ചെയ്യുന്ന സമ്മിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള ഒന്നും തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. സോ ഞാൻ ഇൻറ്റീജർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. ഇപ്പൊ ഞാൻ റൺ ചെയ്തപ്പോ എനിക്ക് കൺസോൾ എംപ്റ്റി ആയിട്ട് കണ്ടു. കാരണം ഇത് റിട്ടേൺ ചെയ്യിപ്പിക്കുന്നില്ലേ. റിട്ടേൺ എന്ന് വെച്ചാൽ ഇവിടെ ആൻസർ കിട്ടും, ബട്ട് അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇൻറ്റീജർ പ്രിന്റ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്. ഓക്കെ, ഈക്വൽ ടു അതായത് സം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജറിനെ ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു. ഇനി പ്രിന്റ് റിട്ടേണിനെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുവാണ്. പ്രിന്റ് റിട്ടേൺ. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടി. ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇൻ പ്രിന്റ് റിട്ടേൺ ഈക്വൽ ടു സം ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഫംഗ്ഷൻ എഴുതിയിട്ട് ഫംഗ്ഷൻ കോളാം. ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി പോകുന്ന ഇങ്ങോട്ടേക്ക് കേൾക്കും. സമ്മിനകത്ത് എന്താണോ ഉള്ളത് ആ ഒരു ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ബോഡിയിലുള്ളത് എന്താന്ന് വെച്ചാൽ എയിലേക്ക് 10 സ്റ്റോർ ചെയ്തു വെച്ചു, ബിയിലേക്ക് 20 സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഡയറക്ട്ലി റിട്ടേൺ എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ആ ഒരു വാല്യൂന റിട്ടേൺ ചെയ്യിപ്പിക്കും. റിട്ടേൺ ചെയ്ത് എങ്ങോട്ടേക്കാണ് മെയിൻ ഫംഗ്ഷനിലേക്ക് കിട്ടും. മെയിൻ ഫംഗ്ഷനിൽ കിട്ടിയ ആ ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറൊരു ഇൻറ്റീജർ വേരിയബിളിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട്. ഈ പ്രിന്റ് റിട്ടേൺ ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ പ്രിന്റ് റിട്ടേണിൽ അറ്റ് പ്രസന്റ് വാല്യൂല് 10 പ്ലസ് 20 എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 20 ആണ്. 10 പ്ലസ് 20 30 പ്രിന്റ് ചെയ്യിപ്പിക്കും. അതാണ് ആ ഒരു ലോജിക് ആണ് ഇവിടെ വരുന്നത്. ഇത് ക്ലിയർ ആണോ? ഫംഗ്ഷൻസ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതായത് കുഞ്ഞു ഇതിനെ നമുക്ക് റീയൂസബിലിറ്റി ഉണ്ട്. പറഞ്ഞോളൂ. എന്തായിരുന്നു അകത്ത് കോൾ ചെയ്യാവോ ഫംഗ്ഷൻ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, ആരായിരുന്നു അത് സംസാരിച്ചത്? ഹലോ മിസ്. യാ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. വോയിഡ് മെയിലുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് തന്നെ സമ്മിനെ കോൾ ചെയ്യാവോന്ന്? ഡയറക്ട്ലി കോൾ ചെയ്യുന്നോണ്ടും പ്രശ്നമില്ല. അതായത് ഒരു സെക്കൻഡ്, ചോദിച്ച മെയിൻ ഫംഗ്ഷനിലുള്ളതല്ലേ? അതായത് ഇവിടെയുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലല്ലേ? ഇവിടെ അല്ലേടോ? അവിടെ കോൾ ചെയ്താലും നമുക്ക് ആൻസർ ഡയറക്ട്ലി കിട്ടും. അതായത് ഇവിടെ നമ്മൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ,
ഓക്കെ, ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാലും പ്രിന്റ് സം, സമ്മിനകത്ത് എന്താണോ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ച് ഇതിനകത്ത് റിട്ടേൺ ചെയ്ത വാല്യൂ ഇവിടെ കിട്ടി, അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. അതായത് ആ വാല്യൂ ഇവിടെ ഉണ്ട്, ഇപ്പോ അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറയുമ്പോൾ അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും. ഞാൻ ഒന്നും കൂടി റൺ ചെയ്ത് കാണിക്കാം. 30. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഹലോ, യെസ് മിസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മനസ്സിലായോ? ചാറ്റ് ബോക്സിൽ എനിക്ക് റിപ്ലൈ ചെയ്യാമോ? മനസ്സിലായോ? യെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ്. ഇനി ഫങ്ഷൻസ് നമുക്ക് വാല്യൂസ് ഒക്കെ പാസ് ചെയ്തിട്ട് തന്നെ ചെയ്യുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോ ഞാൻ ഇനി ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്, നമ്മുടെ ഫ്ലട്ടറിൽ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്, വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഗസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? വിഡ്ജറ്റ് എന്തായിരിക്കും? വിഡ്ജറ്റ്സ് ഈ ഫോണിലെ ആപ്സ് ആൻഡ് വിഡ്ജറ്റ്സിന്റെ എന്നൊരു കാറ്റഗറി ഉണ്ട്. അതിന്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് പറയാമോ? അതറിയത്തില്ല. ഓക്കെ, ഇനി അതർ ഗസസ്? എടാ ജസ്റ്റ് ഒരു ഗസ് അടിക്കടോ, ആരും ഈ ഒരു കറക്റ്റ് അല്ലെങ്കിൽ റോങ് ഗസ് അടിക്കാൻ വേണ്ടിട്ട്. ആർക്കും ഗഡ്സില്ല. ഈ ഒരു 262 കുട്ടികളുടെ ഇടയിൽ ഒരാൾക്ക് പോലും ഒരു ഗസ് അടിക്കാൻ ഗഡ്സ് ഇല്ലാത്തവരാണോ? ഓക്കെ, ഇനി ഒരു ഗസ്. ലൂപ്പിംഗ് ഒക്കെ പറഞ്ഞ ബോറാണെന്ന് വിചാരിച്ച എല്ലാവരും നിർത്തിയിട്ട് പോയോ? പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് അല്ലേ? ഓക്കെ, അതും ശരിയാണ്. ഓൾറൈറ്റ്, അതാരായിരുന്നു പറഞ്ഞേ? ആരാടാ? അൽഫാസ്. ഓക്കെ അൽഫാസ്, താങ്ക് യു. സോ ഞാൻ പറയാം, ഞാൻ നേരത്തെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഫ്ലട്ടറിന്റെ കുറച്ച് പ്രത്യേകതകൾ. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നല്ല ഫ്ലട്ടർ, അതൊരു സെറ്റ് ഓഫ് ഫ്രെയിം വർക്ക് ആണ്, ഒരു UI ഫ്രെയിം വർക്ക് ആണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ഉണ്ട് അതിൽ ഫ്ലട്ടറിൽ. സോ അല്ലെങ്കിൽ SDK എന്ന് പറയും. ഈ SDKയിൽ കമ്പൈലർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ആപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഡ്ജറ്റ്സിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ അലി മുഹമ്മദ്. സോ എന്താ വിഡ്ജറ്റ്സിന്റെ ലൈബ്രറീസും ഉണ്ട്. ഇനി വിഡ്ജറ്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്തവരുണ്ടോ? ഫോണിൽ നിന്ന് ഇതിലേക്ക് ലോഗിൻ ചെയ്തവരുണ്ടോ? ചാറ്റ് ബോക്സിലെങ്കിലും റിപ്ലൈ ചെയ്താടോ. ഫോണിൽ നിന്ന് എല്ലാവരും ഓക്കെ യെസ്. മൃദുല, ഇഫ് യു ഡോണ്ട് മൈൻഡ്, മൃദുല എന്റെ മെയിൽ ഒന്ന് തുറക്കാമോ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്? ജസ്റ്റ് ആ മുകളിലുള്ളൊരു എന്താ ഇന്റർഫേസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുഴപ്പമുണ്ടോ? ഫോണിന്റെ ഹോം പേജ് അങ്ങോട്ട് ബാക്ക് അടിച്ച് അങ്ങോട്ട് സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഈ വിഡ്ജറ്റ്സ് വരെ കാണുന്നത്. ഓക്കെ ഓക്കെ. സോ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യണ്ട. നിങ്ങളെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിലിൽ കയറി കഴിഞ്ഞാല് മുകളില് ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് സൈഡില് 3 ലൈൻസ് കാണാൻ പറ്റും അല്ലേ? ആ 3 ലൈൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണാമോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതൊരു വിഡ്ജറ്റ് ആണ്. ഞാൻ കുറച്ചും കൂടി വിഡ്ജറ്റ്സ് പറഞ്ഞുതരാം. എന്റെ സ്ക്രീൻ ഷെയറിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്.
ഞാൻ വെറുതെ ഒരു ആപ്പിന്റെ UI നോക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഇത് കാണാമല്ലോ അല്ലെ? ഈ ഒരു പിക്ചർ ക്ലിയർ അല്ലേ? കാണാലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതിൽ കാണുന്ന ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇതൊരു വിഡ്ജറ്റ് ആണ്. ഈ ഒരു കുഞ്ഞ് ഐക്കൺ ഒരു വിഡ്ജറ്റ് ആണ്. ഇതൊരു വിഡ്ജറ്റ് ആണ്. ഇതിൽ എഴുതിയിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു വിഡ്ജറ്റ് ആണ്. ഈ ഒരു ഡോളർ, ഈ ഒരു എമൗണ്ട് ഒരു വിഡ്ജറ്റ് ആണ്. ഈ ഒരു നെയിം വിഡ്ജറ്റ് ആണ്. വെൽക്കം ബാക്ക് ഒരു വിഡ്ജറ്റ് ആണ്. ഈ കാണുന്ന ഐക്കൺ, എന്റെ ഭാഗത്ത് നോയ്സ് വരുന്നുണ്ടോ? നോയ്സ് വരുന്നുണ്ടോ? ഹലോ, ഓക്കെ. സോ ഓക്കെ, താങ്ക് യു. ഇതൊരു വിഡ്ജറ്റ് ആണ്. ഈ ഒരു ഐക്കൺ ഒരു വിഡ്ജറ്റ് ആണ്. ഇതൊരു വിഡ്ജറ്റ് ആണ്. ഇത് വിഡ്ജറ്റ് ആണ്. ഇങ്ങനെ കുറെ വിഡ്ജറ്റ്സ് ആണ് കാണാം അല്ലെ? അപ്പൊ ഇതൊക്കെ തന്നെയും യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് നമ്മുടെ ഫ്രെയിം വർക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിനെ ജസ്റ്റ് അങ്ങ് എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. വേറൊരു കാര്യം, ഇതിനിങ്ങനെ വെറുതെ ഓരോ എലമെന്റും ഓരോ വിഡ്ജറ്റ് ആണ് ഇതിൽ. ഓക്കെ, ഓരോ എലമെന്റും ഓരോ വിഡ്ജറ്റ് ആണ്. ചിലതിന് ചിലപ്പോൾ ഒരു പ്രത്യേക ഫങ്ഷനാലിറ്റി ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതൊരു വിഡ്ജറ്റ് ആണെന്ന് പറഞ്ഞു, ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ സെക്ഷൻ എന്താണോ അതിലേക്ക് റീഡയറക്ട് ചെയ്യും അല്ലെ? അപ്പൊ അതിനൊരു ഫങ്ഷനാലിറ്റി ഉണ്ട് ആ ഒരു വിഡ്ജറ്റിന്. അത് ക്ലിക്ക് ചെയ്താൽ ഒന്നിലേക്ക് പോയി ആ ഒരു ഫങ്ഷനാലിറ്റി. ഇത് ക്ലിക്ക് ചെയ്താൽ വേറെ എന്തെങ്കിലും ഫങ്ഷനാലിറ്റി ഉണ്ടാവും. ബട്ട് ഇതൊക്കെ വെറുതെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? അങ്ങനെ വിഡ്ജറ്റ്സ് ഉണ്ട്. ചില വിഡ്ജറ്റ്സിന് പ്രത്യേക ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഈ വിഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ആകുന്ന ഒരു ട്രീ അല്ലെങ്കിൽ ഒരു പിരമിഡ് ആണ് നമ്മുടെ ഫ്ലട്ടറിൽ നടക്കുന്നത്. ഇതിനെ വെറുതെ ഇങ്ങനെ വിഡ്ജറ്റിന് പേരിട്ട് വിളിക്കുന്നതല്ല. ഈ വിഡ്ജറ്റ് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ ഇന്നലെ കുറെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു, ഇന്ന് രാവിലെ കുറെ മെത്തേഡ്സും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഈ വിഡ്ജറ്റ് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതൊരു ഡാറ്റ ടൈപ്പ് ആണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ആ ഡൗട്ട് ഉണ്ടോ? എന്തുകൊണ്ട് ഈ വിഡ്ജറ്റിന് ഇന്നലെ ഡാറ്റ ടൈപ്സിൽ പറഞ്ഞില്ല? ഇന്നലെ കുറെ ലിസ്റ്റ്, മാപ്പ്, സ്ട്രിംഗ് ഡാറ്റ, സ്ട്രിംഗ് നം, അങ്ങനെ കുറെ ഡാറ്റ ടൈപ്സ് പഠിച്ചു. അതിന്റെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ ഒരു ലിസ്റ്റ് അയച്ചെന്ന് ഓർഗനൈസേഴ്സ് വഴി. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് വിഡ്ജറ്റിന് മെൻഷൻ ചെയ്തില്ല എന്ന് ആർക്കും ഡൗട്ട് ഇല്ല? ആർക്കും ഡൗട്ട് ഇല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലടാ? പറയൂ. നോ, അത്ര വിശ്വാസമാണ് തന്നെ. വിഡ്ജറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ലേ? വിഡ്ജറ്റ്സ് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ചോദിക്കുന്നതിന് ആൻസർ പറയാം. ആർക്കും ആ ഒരു ഡൗട്ട് ഇല്ല എന്തുകൊണ്ട് ഡാറ്റ ടൈപ്സിൽ ഞാൻ ഇത് പറഞ്ഞില്ല? റെസ്പോണ്ട് ചെയ്ത് യെസ് ഓർ നോ എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേക്കൂ. യെസ്, ഡൗട്ട് ഉണ്ട്. നോ, ഡൗട്ട് ഇല്ല. ആര്യ അപ്പം പറയാമോ എന്തുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ല? ഡൗട്ട് ഇല്ലല്ലോ. എന്നെ അത്ര വിശ്വാസമാണെങ്കിൽ പറയൂ, എന്തുകൊണ്ട് ഞാൻ ഇന്നലെ ഈ ഒരു വിഡ്ജറ്റ് ഡാറ്റ ടൈപ്പിൽ പറഞ്ഞില്ല? അതുകൊണ്ട് ഇനി എല്ലാരും യെസ് ഇടണ്ടേ? കൊള്ളാലോ. പറ, എന്തായാലും ഒരു ഗസ് അടിക്കുക, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല? ആര്യ AB പറടോ, ഒരു ഗസ് എങ്കിലും അടിക്കടോ. അതുകൊണ്ട് ഡാറ്റ ടൈപ്പിൽ പറഞ്ഞില്ല. അതുകൊണ്ടൊന്നല്ല കേട്ടോ, ഡയറക്റ്റ് യൂസ് ചെയ്യാം, അതുകൊണ്ടല്ല ഞാൻ ഡാറ്റ ടൈപ്പിൽ പറയാതിരുന്നത്. വേറൊരു കാരണമാണ്. നോ. നോബിൻ പറയാമോ എന്തുകൊണ്ടാണ് ഞാൻ ഡാറ്റ ടൈപ്പിൽ ഇന്നലെ പറഞ്ഞില്ല വിഡ്ജറ്റ്? എന്താടാ അൽഗേഷ്, എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ മതി, എനിക്കറിയാം. ആരെങ്കിലും പറഞ്ഞാൽ മതി. പറയൂ. അറിയുന്നതാണോ? ഒരു മിനിറ്റ്. നേരത്തെ അറിയാവുന്ന ആൻസർ ആണോ? എന്തോ? ഹലോ, ഓക്കെ, പറയൂ. എന്തായിരുന്നു? നേരത്തെ അറിയാവുന്ന? അല്ല, ഒന്നുമില്ല, പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ്?
അതില് എനിക്ക് അതിലൊന്നും ലിങ്ക് ചെയ്യാത്തോണ്ടായിരിക്കും മിസ് അത് പറയാൻ ആഗ്രഹിച്ചില്ല, അത് ലിങ്ക് ചെയ്യാത്ത അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. കൊള്ളാലോ. അതുകൊണ്ടൊന്നല്ല, വേറൊരു കാരണമുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഡാറ്റ ടൈപ്പ് അല്ലേ, ആയതുകൊണ്ടായിരിക്കാം. കറക്റ്റ് തന്നെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ മതി മൃദുല. മിസ് ഇന്നലെ പറഞ്ഞതൊക്കെ ലാംഗ്വേജിൽ വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്ന ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മള് ഇന്റർഫേസിൽ മൊബൈൽ ആപ്പിന്റെ ഇന്റർഫേസിൽ വരുന്ന ആദ്യത്തെ പാർട്ട് ക്ലിയർ ആണ്, ആദ്യത്തെ പാർട്ട് ഓക്കെ ആണ്, കറക്റ്റ് ആണ്. രണ്ടാമത്തെ പാർട്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്യൂ. രണ്ടാമത്തെ പാർട്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്തു ഒന്ന് നോക്ക്, ട്രൈ ചെയ്ത കിട്ടാവുന്നേ. ഇന്നിപ്പം പഠിക്കാൻ വന്ന എന്ത് വർക്ക്ഷോപ്പ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏതാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മള് ഇതിൽ? ഏത് ടെക്നോളജിയാണ്? ഫ്ലട്ടർ. അപ്പം കറക്റ്റ് ആണ്, മൃദുല പറഞ്ഞ കറക്റ്റ് ആണ്. സോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഫുള്ള് പറഞ്ഞ മാപ്പ്, ലിസ്റ്റ്, സ്ട്രിംഗ്, ഇന്റീജർ, നമ്പർ, ഡൈനാമിക് ഒക്കെ തന്നെയും നമ്മുടെ ഡാറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് എന്താ ഡാറ്റ ടൈപ്സ് ആയിരുന്നു. എന്നാ വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലട്ടറിലെ ഡാറ്റ ടൈപ്പ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറയാതിരുന്നത്. നിങ്ങളുടെ ഈ ഒരു വർക്ക്ഷോപ്പിന് വേറൊരു റെക്കോർഡും കൂടി ഞാൻ തരാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു വാറും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഇത്രയും കാലം, അതായത് ഇത്രയും വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതുവരെ എന്നോട് ഒരു കുട്ടി ആ ഒരു ടൈമിൽ ചോദിച്ചിരുന്നില്ല. വാറും ഡൈനാമിക്കും പറയുമ്പോ തന്നെ അത് ചോദിച്ചിരുന്നില്ല. ഇന്നലെ അത് ആരോ ചോദിച്ചു, എനിക്ക് ആളുടെ നെയിം ഓർമ്മയില്ല, ടീനെയാണോ അറിയില്ല, ഓർമ്മയില്ല. മൃദുല ഇന്ന് സെക്കൻഡ് റെക്കോർഡ് എടുത്തു. അതായത് ഇതുവരെ ഒരാളും ഇതിന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. കറക്റ്റ് ആണ് മൃദുല പറഞ്ഞത്. ഡാറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഇന്നലെ പറഞ്ഞ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലട്ടറിലെ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ തന്നെയും വിഡ്ജറ്റ്സ് ആണ്. വിഡ്ജറ്റ്സ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വന്തമായി നമ്മൾ ഡെവലപ്പ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾക്കത് ജസ്റ്റ് അങ്ങ് എടുത്തങ്ങ് യൂസ് ചെയ്താൽ മതി. ഓൾറെഡി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മെയിൽ 3 ലൈൻസ്, ആ 3 ലൈൻസ് എന്ന് പറയുന്ന ആപ്പ് ബാർ എന്ന് പറയും, അതുകൊണ്ട് ഞാൻ വേറെ ഒന്ന് കാണിക്കാം. നമ്മുടെ iOS-ലൊക്കെ യൂസ് ചെയ്യുന്ന കുപ്പർട്ടിനോ, നമ്മുടെ ഇതിലാരെങ്കിലും എന്താ ആപ്പിൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ആൻഡ്രോയിഡ് ആണോ? യൂസ് ചെയ്യുന്നുണ്ട്. ഓ യാ, ഓക്കെ. സോ ഇതില് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ്, ഇതിൽ കുറച്ചും കൂടി, അതായത് നമ്മുടെ iOS സ്റ്റൈലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള UI ഐക്കൺ നമുക്ക് കാണാം. കണ്ടല്ലോ, ഇങ്ങനെയുള്ള കുറെ ഐക്കൺസ്. ഇതിനും എന്താണ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, ഇതും വിഡ്ജറ്റ്സ് ആണ്. വിഡ്ജറ്റ് കാറ്റലോഗ് ആണ് iOS-ലെ, വിഡ്ജറ്റ്സ് ആണ്. ഇതൊക്കെ തന്നെയും ഈ ഒരു ബട്ടൺ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഈ ഒരു സിമ്പിൾ ആയിക്കോട്ടെ, ഈ ഒരു ഐക്കൺ ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതൊക്കെ റെഡിമെയ്ഡ്ലി അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് അതിനെ അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് അതങ്ങ് എടുത്ത് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ആരും ഇതിന് റെഡിമെയ്ഡ്ലി പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ ഇന്നത്തെ സെഷനിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വൈൻഡപ്പ് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ നാളെ ഞാൻ എക്സ്ട്രാ ടൈം യൂസ് ചെയ്യും. കാരണം ഓർഗനൈസേഴ്സിൽ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹലോ, ആരുമില്ലേ? Am I audible? ഹലോ ഓർഗനൈസേഴ്സ്. യാ, ഓക്കെ. നാളെ ഒരു ഹാഫ് ആൻ അവർ സെഷൻ എക്സ്ട്രാ എടുക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്. സോ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ. എന്താ വെച്ചാൽ നാളെ നമ്മൾ നമ്മുടെ ഫ്ലട്ടർ യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ. സോ ഫ്ലട്ടർ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ നേരത്തെ വിടാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ യൂഷ്വലി മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ്. സോ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓർഗനൈസേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം അവര് നിങ്ങൾക്ക് കൈമാറും. അപ്പം എന്താടാ പിസിയിൽ ഫോണില് പറ്റില്ല, വിൻഡോസ് ആൻഡ് ലിനക്സ് രണ്ടിലും പറ്റും. രണ്ടിന്റെയും എന്താ കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. രണ്ടിന്റെയും എങ്ങനെയാ ഇൻസ്റ്റാളേഷൻ വീഡിയോസ് ഒക്കെ ഞാൻ അവർക്ക് കൈമാറാം. അപ്പൊ അത് നോക്കി നാളത്തെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് വരണം. നാളെ 4 തുടങ്ങാം. നാളെ 4 ക്ലാസ് തുടങ്ങാം. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാൻ ഡൗൺലോഡിങ്ങും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് ഒക്കെ ഓർഗനൈസേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സോ ഓർഗനൈസേഴ്സ്, can I leave now? Okay, ma'am. Thank you. Thank you.